Kerala State English, Class 10, Unit 3, First Lesson, Another Day in Paradise. Unit 3, അതിൻ്റെ ഹെഡിങ് ദ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച്, അതായത് മാറ്റത്തിൻ്റെ കാഹളം. ഇവിടെ ഡെസ്മണ്ട് ടൂട്ടു എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ ഒരു കോട്ട് ഇവിടെ നമുക്ക് വായിക്കാം. കോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ധരണി. ഇഫ് യു ആർ ന്യൂട്രൽ ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഇൻജസ്റ്റിസ്, യു ഹാവ് ചോസൺ ദ സൈഡ് ഓഫ് ദ ഒപ്രസർ. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് യു ആർ ന്യൂട്രൽ ഇൻ സിറ്റുവേഷൻസ് ഓഫ് ഇൻജസ്റ്റിസ്, അതായത് ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അനീതി നടക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഒന്നും പറയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ, യു ഹാവ് ചോസൺ ദ സൈഡ് ഓഫ് ദ ഒപ്രസർ. അങ്ങനെയാണെങ്കിൽ ആ അനീതി ചെയ്യുന്ന വ്യക്തിയുടെ പക്ഷത്താണ് നിങ്ങൾ എന്ന് വരും. അതാണ് ഡെസ്മണ്ട് ടൂട്ടോ പറയുന്നത്. ഇദ്ദേഹമാണ് ഡെസ്മണ്ട് ടൂട്ടോ. തെക്കേ ആഫ്രിക്കക്കാരനായ ഒരു ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്നു ഇദ്ദേഹം. സന്നദ്ധ പ്രവർത്തകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫുൾ പേര് ഡെസ്മണ്ട് പിലോ ടൂട്ടോ. 1980-കളിൽ വർണ്ണവിവേചനത്തിനുള്ള പോരാട്ടത്തിൽ ഇദ്ദേഹം ലോക പ്രശസ്തി നേടിയിരുന്നു. 1984-ൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടി. ഇദ്ദേഹം 1931 ഒക്ടോബർ 7 ജനിക്കുന്നത്. 2021 ഡിസംബർ 26 ഇദ്ദേഹം മരിച്ചു. 90 വയസ്സായിരുന്നു ഇദ്ദേഹം മരിക്കുമ്പോൾ. നമുക്കിനി മുന്നോട്ട് പോകാം. ഇവിടെ യൂണിറ്റ് 3 3 ഭാഗങ്ങളുണ്ട്. ഒരു സോങ്ങും 2 ഷോർട്ട് സ്റ്റോറി. ഇവിടെ ആദ്യത്തെ ഭാഗമായ സോങ് ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അനദർ ഡേ ഇൻ പാരഡൈസ്, പറുദീസയിലെ മറ്റൊരു ദിവസം. ഫിൽ കോളിൻസ് ആണ് ഇത് എഴുതിയത്. ഈ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇത് രചിച്ച വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. അബൌട്ട് ദ ലിറിസിസ്റ്റ്. ലിറിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാന രചയിതാവ്. ഫിലിപ്പ് കോളിൻസ് is a British musician, singer, songwriter, record producer and actor. ഫിലിപ്പ് കോളിൻസ് ഒരു ബ്രിട്ടീഷ് സംഗീതജ്ഞനും ഗായകനും ഗാനരചയിതാവും റെക്കോർഡ് നിർമ്മാതാവും നടനുമാണ്. He was the drummer and lead singer of the rock band Genesis. അദ്ദേഹം ജെനിസിസ് എന്ന റോക്ക് ബാൻഡിന്റെ ഡ്രമ്മറും പ്രധാന ഗായകനുമായിരുന്നു. His most successful singles include In the Air Tonight, One More Night, Another Day in Paradise and I Wish It Would Rain Down. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിജയകരമായ ഗാനങ്ങളിൽ ഇൻ ദ എയർ ടു നൈറ്റ്, പിന്നെ വൺ മോർ നൈറ്റ്, Another Day in Paradise, പിന്നെ I Wish It Would Rain Down, ഈ പറഞ്ഞ ഗാനങ്ങളൊക്കെ ഉൾപ്പെടും. കോളിൻസ് has been celebrated for his contributions to the pop music canon, both as solo artist and a member of Genesis. കോളിൻസ് പോപ്പ് സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് ഒരു സോളോ ആർട്ടിസ്റ്റ് എന്ന നിലയിലും ജെനിസിസിലെ അംഗം എന്ന നിലയിലും അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. Among other honors, his solo work has earned him 8 Grammys, an Academy Award, Oscar, a Brit Award for the British Album of the Year and many more. In 1999, he was honored with a star on the Hollywood Walk of Fame. മറ്റനേകം ബഹുമതികൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ സംരംഭങ്ങൾക്ക് 8 ഗ്രാമി അവാർഡുകൾ, ഒരു അക്കാദമി അവാർഡ് അതായത് ഓസ്കർ, ബ്രിട്ടീഷ് ആൽബം ഓഫ് ദ ഇയറിനുള്ള ഒരു ബ്രിറ്റ് അവാർഡ് എന്നിവയും മറ്റ് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 1999 ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ അദ്ദേഹത്തിന് ഒരു നക്ഷത്രം നൽകി ആദരിച്ചു. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. ടേക്ക് എ മൊമെന്റ് ടു റിഫ്ലക്ട് ഓൺ ദ ലാസ്റ്റ് ടൈം യു വാക്ക്ഡ് പാസ്റ്റ് someone in need. Did you notice them? How did you respond to the plight? What thoughts or feelings came to your mind then? Let's read and reflect on the lyrics of the song Another Day in Paradise. ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്.
കഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ അവസാനമായി കടന്നു പോയതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാൻ, അതായത് അവരെ ഗവനിക്കാതെ, അവരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ കടന്നു പോയതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ അവസ്ഥയോട് എങ്ങനെ നിങ്ങൾ പ്രതികരിച്ചത്? ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? അതായത് തോട്ട്സ് ഓർ ഫീലിങ്സ്, ആ ചിന്തകളും ആ വികാരങ്ങളും എന്തായിരുന്നു? ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യം. അപ്പം ഫിൽ കോളിൻസിന്റെ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനത്തിന്റെ വരികൾ നമുക്കൊന്ന് വായിച്ച് ചിന്തിക്കാം. ഫിൽ കോളിൻസ് എഴുതിയ അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനം ഭവനരഹിതരായ ആളുകളോടുള്ള സമൂഹത്തിന്റെ അവഗണനയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് പാട്ടിന്റെ വരികളിലേക്ക് പോകാം. ഇവിടെ ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു തെരുവിന്റെ ചിത്രമാണ്, ഒരു സ്ട്രീറ്റ്. അവിടെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ട് കാണാം. ആ സ്ത്രീ ഒരു യാചകയാണ്, അവർക്ക് വീട് ഒന്നുമില്ല. ഓക്കെ, അപ്പം വായിക്കാം. She calls out to the man on the street, "Sir, can you help me?" അപ്പോൾ ഈ സ്ത്രീ ആ തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു ആളോട് വിളിച്ച് ചോദിക്കുകയാണ്, "സർ, എന്നെ ഒന്ന് സഹായിക്കാമോ? It's cold and I have nowhere to sleep. Is there somewhere you can tell me?" വല്ലാതെ തണുക്കുന്നുണ്ട്, എനിക്ക് കിടക്കാൻ ഒരു ഇടമില്ല, എവിടെയെങ്കിലും ഒരിടം ഒന്ന് പറഞ്ഞു തരാമോ? He walks on, doesn't look back. He pretends he can't hear her. അങ്ങനെ അദ്ദേഹം ഈ സ്ത്രീ വിളിച്ചത് കേട്ടില്ല എന്ന് നടിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ അങ്ങ് നടന്നുപോയി. Starts to whistle as he crosses the street. അങ്ങനെ ആ സ്ട്രീറ്റ് കടന്നു പോകുമ്പോൾ അങ്ങനെ ചൂളം വിളിച്ചുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി. Seems embarrassed to be there. ഈ embarrassed എന്ന വാക്കിന്റെ അർത്ഥം ലജ്ജ തോന്നുക. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ആ സ്ത്രീക്ക് ആൻസർ കൊടുക്കാനല്ല, സ്ത്രീ പറയുന്നത് കേട്ട് അതിന് ഉത്തരം ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് ലജ്ജ തോന്നും, അല്ലെങ്കിൽ ലജ്ജ തോന്നി എന്നാണ് ഇവിടെ പറയുന്നത്. Oh, think twice, cause it's another day for you and me in paradise. Oh, think twice, cause it's another day for you and me in paradise. Think about it. ഈ വരികളിൽ എന്താ പറയുന്നത്? ഇവിടെ പാരഡൈസ് എന്നൊരു വാക്കാണ്, അതിൻ്റെ അർത്ഥം സ്വർഗം എന്നാണ്. ഈ സ്വർഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളരെ സുരക്ഷിതവും എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുന്നു, അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ജീവിക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം അവർക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഈ നമുക്ക് സ്വർഗമായിരിക്കുന്ന സ്ഥലം അവർക്ക് നരകമായിരിക്കും. അതായത് ഈ ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി നമുക്ക് സ്വർഗവും, അതില്ലാത്തവർക്ക്, അങ്ങനെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നരകവുമായിരിക്കും. അപ്പം നമ്മൾ അവരെ കുറിച്ചൊന്ന് ചിന്തിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. She calls out to the man on the street. He can see she's been crying. അങ്ങനെ ആദ്യത്തെ ആൾ അങ്ങോട്ട് കടന്നുപോയി, ഈ സ്ത്രീനെ മൈൻഡ് ചെയ്യാതെ. പക്ഷെ ഈ സ്ത്രീ വീണ്ടും മറ്റൊരാളെ വിളിക്കുകയാണ്. He can see she's been crying. അങ്ങനെ ആ സ്ത്രീ കരയുന്നതായിട്ട് അദ്ദേഹം കണ്ടു. She's got blisters on the sole of her feet. ആ സ്ത്രീയുടെ കാലിന്റെ അടിയിൽ, അതാണ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾ, കാലിന്റെ അടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ പൊന്തിയിട്ടുണ്ട്. പൊള്ളിയിട്ട് നമ്മളെ കൈയൊക്കെ പൊള്ളിയ ചെറിയ കുമിള പൊന്തില്ല, അതേമാതിരി കുമിളകളുണ്ട്. ഷീ കാൻ വാക്ക് ബട്ട് ഷീസ് ട്രൈങ്. അപ്പോൾ ആ കുമിള വെച്ചിട്ട് ആ സ്ത്രീക്ക് നടക്കാൻ പറ്റുന്നില്ല, പക്ഷെ എങ്കിലും ആ സ്ത്രീ ശ്രമിക്കുന്നുണ്ട്. ഇനി താഴോട്ടുള്ള വരികൾ നമ്മൾ നേരത്തെ ആദ്യത്തെ പാരഗ്രാഫിൽ വായിച്ച അതേ വരികളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് തന്നെയായിരിക്കും. ഓക്കെ. ഓ ലോർഡ്, ഈസ് ദർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു? ഓ ലോർഡ്, there must be something you can say. ഓ ദൈവമേ, ആർക്കും ഒന്നും ചെയ്യാനില്ലേ? ഓ ദൈവമേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കണം. You can tell from the lines on her face. You can see that she's been there. അവളുടെ മുഖത്തെ ചുളിവുകളിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും, അവൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാം. Probably been moved on from every place. Cause she didn't fit in there. മിക്കവാറും എല്ലാ സ്ഥലത്തു നിന്നും അവളെ മാറ്റിയിട്ടുണ്ടാവും, കാരണം അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ബാക്കി ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, അങ്ങനെ താഴോട്ട് അതേ വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടുകയാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണല്ലോ.
ഓക്കെ, അപ്പം അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഈ പാട്ടിൽ നിന്ന് ഫിൽ കോളിൻസ് ഈ ലോകത്തോടായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കാണാതെ പോകരുത്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും അവസ്ഥകളും ഒന്നും കാണാതെ പോകരുത്. നമ്മളെക്കാട്ടും കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആരോടൊക്കെ ചേർന്നിട്ട് നമ്മൾ സഹായിക്കണം. ഓക്കെ സ്റ്റുഡൻസ്, അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഈ ഒരു പാട്ടിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.